കൃഷിവകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് വളരെ കാലമായി അനുവദിച്ചുവരുന്ന ആദ്യ ഹയർ ഗ്രേഡ് അനുവദിക്കുന്നത് സംബന്ധമായി അനാവശ്യമായ സ്പഷ്ടീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഗ്രേഡ് 1 തസ്തികയിലേക്ക് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ വേണമെന്ന നിബന്ധന സർക്കാരിൽ നിന്നും ഉണ്ടായത്. പൊതുസ്ഥലം മാറ്റം അട്ടിമറിച്ച നിക്ഷിപ്ത താൽപര്യക്കാർ തന്നെയാണ് ഇപ്പോൾ കൃഷിവകുപ്പിലെ അനേകം ജീവനക്കാരെ ബാധിക്കുന്ന പ്രൊമോഷൻ പ്രശ്നത്തിനും പിന്നിലുള്ളത്. ഈ സാഹചര്യത്തിൽ കൃഷിവകുപ്പിൽ ഉണ്ടായിട്ടുള്ള പുതിയ സർക്കുലർ ഏതെല്ലാം ജീവനക്കാരെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. ഗ്രേഡ് 1 തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള സർക്കാർ ഉത്തരവ് ഉണ്ടായ ശേഷം അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 തസ്തികയിലേക്ക് പ്രൊമോഷൻ ആയ ജീവനക്കാർ 2 വർഷത്തിനുള്ളിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സായില്ലെങ്കിൽ അവരെ ഗ്രേഡ് 1 തസ്തികയിൽ നിന്നും ഗ്രേഡ് 2 തസ്തികയിലേക്ക് റിവർട്ട് ചെയ്യുന്നതാണ്. 2023 സർക്കാർ ഉത്തരവിന് ശേഷം ഗ്രേഡ് 1 തസ്തികയുടെ സമയബന്ധിത ഹയർ ഗ്രേഡ് വാങ്ങിയവരെ ഇത് ബാധിക്കുമോ എന്നതും ചില ജീവനക്കാരെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. സാമ്പത്തികമായി ബാധിക്കില്ല. എന്നാൽ അവരുടെ ഗ്രേഡ് 1 തസ്തികയുടെ ശമ്പള സ്കെയിലിലെ ഹയർ ഗ്രേഡ് പ്രൊമോഷൻ റിവേർട്ട് ചെയ്യുകയും യോഗ്യത നേടാത്തവർക്കായി നിശ്ചയിച്ചിട്ടുള്ള സ്കെയിലിൽ 28 ഫിക്സേഷൻ അനുവദിക്കുകയും ചെയ്യും. അതായത് നിലവിൽ വാങ്ങുന്ന ശമ്പളത്തിൽ മാറ്റം ഉണ്ടാകില്ല, എന്നാൽ കുറഞ്ഞ ശമ്പള സ്കെയിലിലേക്ക് മാറ്റപ്പെടും. റിവേർട്ട് ചെയ്യുന്നവർ പിന്നീട് പ്രൊമോഷൻ അർഹരല്ല എന്നത് സംബന്ധിച്ച വസ്തുത പരിശോധിക്കാം. ടെസ്റ്റ് പാസ്സായില്ല എന്നുള്ള കാരണത്താൽ ഗ്രേഡ് 2 തസ്തികയിലേക്ക് റിവർട്ട് ചെയ്താൽ സ്വാഭാവികമായും അവർ ജൂനിയർ ആകും. എന്നാൽ പിന്നീട് ടെസ്റ്റ് പാസ്സായാൽ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് തുടർ പ്രൊമോഷൻ അർഹതയുണ്ടാകും. അടുത്തതായി ടെസ്റ്റിന് ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ഇളവുണ്ടോ എന്നത് പരിശോധിക്കാം. കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾ പ്രകാരം 50 വയസ്സ് കഴിഞ്ഞ ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല. അവരുടെ പ്രൊമോഷനുകൾ റിവർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ ടെസ്റ്റ് യോഗ്യത സ്പെഷ്യൽ റൂളിൽ വിശേഷാൽ യോഗ്യതയായി ചേർത്തിട്ടില്ല. അടുത്തതായി SC/ST ജീവനക്കാരെ ഈ ഉത്തരവ് എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. SC/ST ജീവനക്കാർക്ക് 3 വർഷം വരെ ടെസ്റ്റ് പാസ്സാക്കുന്നതിന് ഇളവുണ്ട്. അതുകൊണ്ട് ശേഷിക്കുന്ന 1 വർഷത്തിനുള്ളിൽ ടെസ്റ്റ് പാസ്സായാൽ മതിയാകും. വളരെ കാലമായി ജീവനക്കാർ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ഉത്തരവിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഭരണഘടനാപരമായി ഒരു വിഭാഗത്തിനോടും വിവേചനം പാടില്ല എന്നതാണ് നിയമം. താരതമ്യേന വലിയ പോസ്റ്റായ അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ തസ്തികയ്ക്ക് ടെസ്റ്റ് ആവശ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ അതേ ഓഫീസിലെ താഴെത്തട്ടിലുള്ള മറ്റൊരു തസ്തികയിലേക്ക് മാത്രം പ്രൊമോഷൻ ടെസ്റ്റ് പാസ്സാകണം എന്നുള്ള നിബന്ധന അതിനാൽ തന്നെ വിവേചനപരമാണ്, നിയമപരമായി നിലനിൽക്കുന്നതല്ല. മാത്രവുമല്ല, സ്പെഷ്യൽ റൂൾ രൂപീകരിക്കാതെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ അതിന്റെ പ്രാബല്യ തീയതി വ്യക്തമാക്കാതെ ഉത്തരവിറക്കിയതിനു ശേഷം പിന്നീട് ഒരു സർക്കുലറിലൂടെ അതും 2 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് റിവേർട്ട് ചെയ്യും എന്ന് അറിയിപ്പ് നൽകുന്നത് സാമാന്യനീതിക്ക് നിരക്കാത്തതാണ്. അതിനാൽ തന്നെ ബാധിക്കുന്ന ജീവനക്കാർക്ക് കോടതിയെ സമീപിക്കാനും നീതി ഉറപ്പുവരുത്താനും സാധിക്കും.